ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഗാന്ധി ക്യൂസാണ്. നമുക്കറിയാം, ഗാന്ധി ജയന്തിയുമായി ബന്ധപ്പെട്ട ക്യൂസ് മത്സരങ്ങൾ ഇപ്പോൾ നടക്കുകയാണ്. ആ മത്സരങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഉന്നത വിജയം കരസ്ഥമാക്കാൻ സഹായിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെല്ലൈക്കണും എനേബിൾ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കറക്റ്റായിട്ട് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കിയാലോ. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: എന്തുമായി ബന്ധപ്പെട്ടായിരുന്നു ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനം? എന്തുമായി ബന്ധപ്പെട്ടായിരുന്നു ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനം? ഉത്തരം വരുന്നത് ഖിലാഫത്ത് പ്രസ്ഥാനം. ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി ആദ്യമായിട്ട് കേരളത്തിലെത്തുന്നത്. അടുത്തത്, ഗാന്ധിജി പ്രസംഗിച്ച കേരളത്തിലെ ആദ്യ സ്ഥലം. ഗാന്ധിജി പ്രസംഗിച്ച കേരളത്തിലെ ആദ്യ സ്ഥലം ഏതാണ്? ഉത്തരം കോഴിക്കോടാണ്. ഗാന്ധിജി പ്രസംഗിച്ച കേരളത്തിലെ ആദ്യ സ്ഥലമാണ് കോഴിക്കോട്. കോഴിക്കോട് ഗാന്ധിജി നടത്തിയ പ്രസംഗം പരിഭാഷപ്പെടുത്തിയത് ആരാണ്? കോഴിക്കോട് ഗാന്ധിജി പ്രസംഗിച്ചപ്പോൾ അത് പരിഭാഷപ്പെടുത്തിയത് ആരായിരുന്നു? ഉത്തരം കെ മാധവൻ നായർ. ആരാണ്? കെ മാധവൻ നായർ. ആദ്യ കേരള സന്ദർശനത്തിൽ ഗാന്ധിജിക്ക് ഒപ്പമുണ്ടായിരുന്ന നേതാവ് ആരാണ്? ആദ്യ കേരള സന്ദർശനത്തിൽ ഗാന്ധിജിക്ക് ഒപ്പമുണ്ടായിരുന്ന നേതാവ് ആരായിരുന്നു? ഉത്തരം ഇതാണ്, ഷൗക്കത്ത് അലി. ആരാണ് ആദ്യ കേരള സന്ദർശനത്തിൽ ഗാന്ധിജിക്ക് ഒപ്പമുണ്ടായിരുന്നത്? ഷൗക്കത്ത് അലി. ഗാന്ധിജി ഇടപെട്ട കേരളത്തിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ്? ഗാന്ധിജി ഇടപെട്ട കേരളത്തിലെ ആദ്യ സത്യാഗ്രഹം? ഉത്തരം വൈക്കം സത്യാഗ്രഹമാണ്. ഗാന്ധിജി ഇടപെട്ട കേരളത്തിലെ ആദ്യത്തെ സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം. ഗാന്ധിജിയുടെ രണ്ടാം കേരള സന്ദർശനം ഏത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടായിരുന്നു? ഗാന്ധിജിയുടെ രണ്ടാം കേരള സന്ദർശനം ഏത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടായിരുന്നു? ഉത്തരം വൈക്കം സത്യാഗ്രഹം. എന്തുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി രണ്ടാം തവണ കേരളത്തിലെത്തിയത്? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ്. വൈക്കം സത്യാഗ്രഹ കാലത്ത് ഗാന്ധിജി കേരളം സന്ദർശിച്ചപ്പോൾ തിരുവിതാംകൂറിലെ ഭരണാധികാരി ആരായിരുന്നു? വൈക്കം സത്യാഗ്രഹ കാലത്ത് ഗാന്ധിജി കേരളം സന്ദർശിച്ചപ്പോൾ തിരുവിതാംകൂറിലെ ഭരണാധികാരി ആരായിരുന്നു? ഉത്തരം റാണി സേതുലക്ഷ്മി ബായി. വൈക്കം സത്യാഗ്രഹ കാലത്ത് ഗാന്ധിജി കേരളം സന്ദർശിച്ചപ്പോൾ തിരുവിതാംകൂറിലെ ഭരണാധികാരി റാണി സേതുലക്ഷ്മി ബായി ആയിരുന്നു. ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം ഏതാണ്? ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം? ഉത്തരം 1925. 1925 ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടിയത്. ഗാന്ധിജിയുടെ ഉപദേശമനുസരിച്ച് ഗുരുവായൂർ സത്യാഗ്രഹ കാലത്ത് നിരാഹാരം അവസാനിപ്പിച്ച നേതാവ് ആരാണ്? ഗാന്ധിജിയുടെ ഉപദേശമനുസരിച്ച് ഗുരുവായൂർ സത്യാഗ്രഹ കാലത്ത് നിരാഹാരം അവസാനിപ്പിച്ച നേതാവ്? ഉത്തരം ഇതാണ്, കെ കേളപ്പൻ. ഗാന്ധിജിയുടെ ഉപദേശമനുസരിച്ച് ഗുരുവായൂർ സത്യാഗ്രഹ കാലത്ത് നിരാഹാരം അവസാനിപ്പിച്ചത് കെ കേളപ്പനാണ്. 1934 ഗാന്ധിജി കേരളം സന്ദർശിച്ചപ്പോൾ ഡാഷ് എന്ന പെൺകുട്ടി തൻ്റെ ആഭരണങ്ങൾ ഗാന്ധിജിക്ക് സംഭാവന ചെയ്തത് വടകരയിൽ വച്ചാണ്. ഹരിജൻ ഫണ്ട് പിരിക്കാനാണ് അപ്രാവശ്യം ഗാന്ധിജി കേരളത്തിൽ വന്നത്. ആരാണ് ഗാന്ധിജിക്ക് തൻ്റെ ആഭരണങ്ങൾ സംഭാവന നൽകിയത്? ഉത്തരം കൗമുദി. ഒരു തീർത്ഥാടനം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച അദ്ദേഹത്തിൻ്റെ അവസാനത്തെ കേരള സന്ദർശനം എന്നായിരുന്നു? ഒരു തീർത്ഥാടനം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച അദ്ദേഹത്തിൻ്റെ അവസാനത്തെ കേരള സന്ദർശനം എന്നായിരുന്നു? ഉത്തരം ഇതാണ്, 1937. 1937 ഗാന്ധിജി അവസാനമായി കേരളം സന്ദർശിച്ചത്. ജനങ്ങളുടെ ആധ്യാത്മിക വിമോചനത്തിൻ്റെ അധികാരരേഖയായ സ്മൃതി എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ജനങ്ങളുടെ ആധ്യാത്മിക വിമോചനത്തിൻ്റെ അധികാരരേഖയായ സ്മൃതി എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ഉത്തരം ഇതാണ്, ക്ഷേത്രപ്രവേശന വിളംബരത്തെ. ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ് ഗാന്ധിജി ജനങ്ങളുടെ ആധ്യാത്മിക വിമോചനത്തിൻ്റെ അധികാരരേഖയായ സ്മൃതി എന്ന് വിശേഷിപ്പിച്ചത്. ആധുനിക കാലത്തെ അത്ഭുതമെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്?
ആധുനിക കാലത്തെ അത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ്. എന്തിനാണ്? ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ് ഗാന്ധിജി ആധുനിക കാലത്തെ അത്ഭുതമെന്ന് വിശേഷിപ്പിച്ചത്. കേരള സന്ദർശനത്തിനിടെ വെങ്ങാനൂരിൽ സംഘടിപ്പിച്ച യോഗത്തിൽ ഗാന്ധിജി പുലയരാജ എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? കേരള സന്ദർശനത്തിനിടെ വെങ്ങാനൂരിൽ സംഘടിപ്പിച്ച യോഗത്തിൽ ഗാന്ധിജി പുലയരാജ എന്ന് വിശേഷിപ്പിച്ചത് ആരെയായിരുന്നു? ഉത്തരം ഇതാണ്, അയ്യങ്കാളിയെ. പുലയരാജ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് അയ്യങ്കാളിയാണ്. ആകെ 5 പ്രാവശ്യമാണ് ഗാന്ധിജി കേരളം സന്ദർശിച്ചത്. ഏതൊക്കെ വർഷങ്ങളാണ് ഗാന്ധിജി കേരളത്തിലെത്തിയത്? ഉത്തരം 1920, 1925, 1927, 1934, 1937 ഈ വർഷങ്ങളിലൊക്കെയാണ് ഗാന്ധിജി കേരളം സന്ദർശിച്ചത്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം കെ കേളപ്പനാണ്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാണ്? കെ കേളപ്പൻ. ഡൽഹി ഗാന്ധി എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടത് ആരായിരുന്നു? ഡൽഹി ഗാന്ധി എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടത്? ഉത്തരം സി കൃഷ്ണൻ നായർ. സി കൃഷ്ണൻ നായരാണ് ഡൽഹി ഗാന്ധി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത്. കേരളത്തിൽ മഹാത്മാഗാന്ധി സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? കേരളത്തിൽ മഹാത്മാഗാന്ധി സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം കോട്ടയം ജില്ലയിലെ അതിരമ്പുഴ. കോട്ടയം ജില്ലയിലെ അതിരമ്പുഴയിലാണ് കേരള മഹാത്മാഗാന്ധി സർവകലാശാലയുടെ ആസ്ഥാനം. മഹാത്മാഗാന്ധിയെക്കുറിച്ച് മലയാളത്തിൽ ആദ്യമായി പുസ്തകം രചിച്ചത് ആര്? മഹാത്മാഗാന്ധിയെക്കുറിച്ച് ആദ്യമായി മലയാളത്തിൽ പുസ്തകം രചിച്ചത് ആര്? ഉത്തരം ഇതാണ്, സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ള. സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ളയാണ് മഹാത്മാഗാന്ധിയെക്കുറിച്ച് ആദ്യമായി മലയാളത്തിൽ ഒരു പുസ്തകം രചിച്ചത്. ഗാന്ധിജിയുടെ ആത്മകഥ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ഗാന്ധിജിയുടെ ആത്മകഥ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ഉത്തരം ജോർജ് ഇരുമ്പയം. ജോർജ് ഇരുമ്പയമാണ് ഗാന്ധിജിയുടെ ആത്മകഥ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. മഹാത്മാഗാന്ധി യങ് ഇന്ത്യയിൽ കേരളത്തിലെ ഏത് ആദിവാസി വിഭാഗത്തെക്കുറിച്ചാണ് ലേഖനം എഴുതിയത്? മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ യങ് ഇന്ത്യ എന്ന വാരികയിൽ കേരളത്തിലെ ഏത് ആദിവാസി വിഭാഗത്തെക്കുറിച്ചാണ് ലേഖനം എഴുതിയത്? ഉത്തരം നായാടികൾ. നായാടികളെക്കുറിച്ചാണ് മഹാത്മാഗാന്ധി യങ് ഇന്ത്യ എന്ന അദ്ദേഹത്തിൻ്റെ വാരികയിൽ ലേഖനം എഴുതിയത്. ഗാന്ധിജിയെക്കുറിച്ച് എൻ്റെ ഗുരുനാഥൻ എന്ന കവിത രചിച്ചത് ആര്? ഗാന്ധിജിയെക്കുറിച്ച് എൻ്റെ ഗുരുനാഥൻ എന്ന കവിത രചിച്ചത് ആരാണ്? ഉത്തരം വരുന്നത് വള്ളത്തോൾ. വള്ളത്തോളാണ് ഗാന്ധിജിയെക്കുറിച്ച് എൻ്റെ ഗുരുനാഥൻ എന്ന കവിത രചിച്ചത്. ഗാന്ധിജി അന്തരിച്ചപ്പോൾ വള്ളത്തോൾ മനം നൊന്ത് രചിച്ച കാവ്യം ഏതാണ്? ഗാന്ധിജി അന്തരിച്ചപ്പോൾ വള്ളത്തോൾ മനം നൊന്ത് രചിച്ച കാവ്യം ഏതാണ്? ഉത്തരം ബാപ്പുജി. ബാപ്പുജി എന്ന കാവ്യമാണ് ഗാന്ധിജി അന്തരിച്ചപ്പോൾ വള്ളത്തോൾ മനം നൊന്ത് രചിച്ചത്. ഗാന്ധിജിയും ഗോഡ്സെയും എന്ന കവിത എഴുതിയത് ആരാണ്? ഗാന്ധിജിയും ഗോഡ്സെയും എന്ന കവിത എഴുതിയത് ആരാണ്? ഉത്തരം എൻ വി കൃഷ്ണവാര്യർ. ഗാന്ധിജിയും ഗോഡ്സെയും എന്ന കവിത എഴുതിയിരിക്കുന്നത് എൻ വി കൃഷ്ണവാര്യറാണ്. ഗാന്ധിജിയും അരാജകത്വവും എന്ന കൃതി രചിച്ചത് ആരാണ്? ഗാന്ധിജിയും അരാജകത്വവും എന്ന കൃതി രചിച്ചിരിക്കുന്നത് ആരാണ്? ഉത്തരം സി ശങ്കരൻ നായർ. സി ശങ്കരൻ നായരാണ് ഗാന്ധിജിയും അരാജകത്വവും എന്ന കൃതി രചിച്ചിരിക്കുന്നത്. മഹാത്മാവിൻ്റെ മാർഗം എന്ന കൃതി രചിച്ചത് ആരാണ്? മഹാത്മാവിൻ്റെ മാർഗം എന്ന കൃതി രചിച്ചിരിക്കുന്നത് സുകുമാർ അഴീക്കോടാണ്. സുകുമാർ അഴീക്കോട് രചിച്ച കൃതിയാണ് മഹാത്മാവിൻ്റെ മാർഗം എന്നത്. ഗാന്ധിജിയുടെ അവസാന നാളുകൾ എന്ന കൃതി രചിച്ചിരിക്കുന്നത് ആരാണ്? ഗാന്ധിജിയുടെ അവസാന നാളുകൾ. ഉത്തരം വരുന്നത് കെ എൻ ദാമോദരൻ നായർ. കെ എൻ ദാമോദരൻ നായരാണ് ഗാന്ധിജിയുടെ അവസാന നാളുകൾ എന്ന കൃതി രചിച്ചിരിക്കുന്നത്.
തിരുക്കൊച്ചി സർക്കാർ ഗാന്ധി മെമ്മോറിയൽ പണി കഴിപ്പിച്ചത് എവിടെയാണ്? തിരുക്കൊച്ചി സർക്കാർ ഗാന്ധി മെമ്മോറിയൽ പണി കഴിപ്പിച്ചത് എവിടെ? ഉത്തരം കന്യാകുമാരി. തിരുക്കൊച്ചി സർക്കാർ ഗാന്ധി മെമ്മോറിയൽ പണി കഴിപ്പിച്ചിരിക്കുന്നത് കന്യാകുമാരിയിലാണ്. കേരളത്തിൽ ഗാന്ധിജിയുടെ ചിതാഭസ്മത്തിൻ്റെ ഒരു ഭാഗം നിമജ്ജനം ചെയ്തത് എവിടെ? കേരളത്തിൽ ഗാന്ധിജിയുടെ ചിതാഭസ്മത്തിൻ്റെ ഒരു ഭാഗം നിമജ്ജനം ചെയ്തത് എവിടെയാണ്? ഉത്തരം തിരുനാവായ. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന സമരങ്ങളിൽ ഏറ്റവും അക്രമാസക്തമായത് ഏതാണ്? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന സമരങ്ങളിൽ ഏറ്റവും അക്രമാസക്തമായത് ഏതാണ്? ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരം. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ കോൺഗ്രസിനെ പ്രതിനിധാനം ചെയ്തത് ആരാണ്? രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ കോൺഗ്രസിനെ പ്രതിനിധാനം ചെയ്തത് ഗാന്ധിജിയാണ്. ഉത്തരം എന്താണ്? ഗാന്ധിജി. അപ്പോൾ കൂട്ടുകാരെ, ഇനി നമുക്ക് നിങ്ങൾക്കായുള്ള സ്പെഷ്യൽ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിലെ നിത്യഹരിത നഗരമെന്ന് തിരുവനന്തപുരത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? ഇന്ത്യയിലെ നിത്യഹരിത നഗരമെന്ന് തിരുവനന്തപുരത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ എല്ലാവരും കമൻറ്റ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ പേരും കൂടെ ആഡ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ക്വിസ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആവുന്നതായിരിക്കും, തീർച്ചയാണ്. അപ്പോൾ ഇതുപോലെ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തോളൂ. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.